ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഇന്നും തദൈവ. അപ്പം ഇന്നലെ ഞാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാളെ നല്ലൊരു ഉപദേശം പറഞ്ഞത്. 3 മണിയാകുമ്പോഴും 3:15 നിങ്ങൾ ട്രേഡ് നിങ്ങൾ നിർത്തുക. അതിനുശേഷം കരക്കിരുന്ന് കളി കാണാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ തമ്പനയിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്ലിയർ സ്കാം തന്നെയാണ് എന്ന് പറയാം. പക്ഷേ ഈ സ്കാമിന് എന്താ പറയുന്നത്, ഇത് ലീഗൽ സ്കാം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഇതിന് ഒരു 8ൻ്റെ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ന് കാശ് നഷ്ടപ്പെട്ട ധാരാളം വലിയ ടീംസുണ്ട്, വലിയ ടീംസ്. ഞാൻ ഇതിൽ കുറച്ചങ്ങോട്ട് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളെ അതിന് ഉപോദ്ബലകമായിട്ട് ഒരു റീസണായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയുമ്പം വെറുതെ അടിസ്ഥാനരഹിതമായിട്ട് ഞാൻ ഒരു കാര്യവും നിങ്ങളോട് സംസാരിക്കാറില്ല. അത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം. പലരും ഞാൻ നിങ്ങൾ എഴുതുന്ന കമൻറ്റുകൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട്, എല്ലാ ദിവസവും. അപ്പോൾ അതിനകത്തിൽ 2 ദിവസം മുന്നേ ഒരാൾ എഴുതിയിരുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയും സ്കാമാണെന്ന് പറയും, മാനിപ്പുലേഷനാണെന്ന് പറയും, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മിണ്ടത്തില്ല എന്നൊക്കെ പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാം ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചുമ്മാതെ വെറുതെ എൻ്റെ ഇൻഡ്യൂഷൻസ് ഒന്നും ഞാൻ നിങ്ങളോട് ഒരിക്കലും പങ്കുവെക്കാറില്ല. ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു യൂട്യൂബർ, വലിയൊരു ട്രേഡർ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നൊന്ന് പറയും നാളെ മാറ്റി പറയും. നമ്മൾ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾക്ക് ഇച്ചിരി കാര്യം പറയാനുള്ളെങ്കിലും അത് ഹോണസ്റ്റായിട്ട് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാനെപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഹോണസ്റ്റ് ഈസ് ദ ബെസ്റ്റ് വേ എന്ന് അതാണ് ഞാൻ ഏറ്റവും ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റുപറ്റാം, മനുഷ്യനാണ്, തെറ്റുപറ്റാം. പക്ഷേങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയുടെ മുന്നിൽ. ആ ഡേറ്റ ഒരു പക്ഷേ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യം നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പണി കൊടുത്തു, ഇന്നും അതേ സെയിം പണി തന്നെ 10-200 പോയിൻ്റ് ഒറ്റയടിക്ക് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് 150 പോയിൻ്റ് അടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പം ഇത് ഇന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന് ധാരാളം പൈസ അവരുടെ പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ഒരു 10, 100, 150, 200 പോയിൻ്റ് അകലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 100 പോയിൻറ്റിന് അകലെ ആയിരിക്കും ചിലപ്പോൾ ഒരു സെല്ല് ചെയ്യുന്നത്. ഇല്ല, എക്സ്പയറി ഡേയിലൊക്കെ ചിലപ്പോൾ 10 രൂപയ്ക്ക് 15 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇത് സെല്ല് ചെയ്യുന്നത്. പക്ഷേ ആ 15 രൂപ ഒരു പക്ഷെങ്കിൽ 50, 60, 70 രൂപയ്ക്ക് ആയിട്ട് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് എക്സ്പയറി ഡേയിൽ സെല്ല് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ധാരാളം പൈസ നഷ്ടപ്പെട്ട സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇത് ഒരു സർക്കാർ സ്പോൺസേർഡ് പരിപാടി ആണെന്ന് തന്നെ പറയാം. ഓക്കെ, കാരണം ഈ സെബി കൊണ്ടുവന്ന ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷനാണ്, പുതിയ റൂളാണ്. ആ റൂൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഈ റൂളിനകത്ത് എന്താ നടക്കുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഈ പേപ്പറിൽ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ആ 15 മിനിറ്റ് ഈ ട്രേഡിങ് നിർത്തി വെക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒന്നും ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ആ 15 മിനിറ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിനാർക്കും പുറത്താർക്കും അറിയത്തില്ല. അവരുടെ സിസ്റ്റത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഹ്യൂജ് ക്യാൻഡിൽ വരുന്നത്. അപ്പം ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മുടെ മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. ഇത് ഒരു പക്ഷെങ്കിൽ ഒരു പ്രതികാര നടപടി എന്നോണം പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടിവരയിട്ട് നിങ്ങൾ അത് കുറിച്ച് വെച്ചു. ഒരു പ്രതികാര നടപടി എന്നോണം ഇതിൻ്റെ ഒരു പണി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഇതെന്താണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇന്ന് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇല്ലേ, മാർക്കറ്റ് ഈ 200 പോയിന്റ് ഇന്നലെ കയറിയതിന് യാതൊരു അടിസ്ഥാനമില്ല, തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 24,616 ആയിരിക്കണം നമ്മളുടെ
തലവര എന്ന് ഞാനിന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റിന് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് 24,500 കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നഷ്ടത്തെ കുറച്ചെങ്കിലും, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ആ നഷ്ടത്തെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലഘൂകരിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ മീറ്റപ്പിൻ്റെ കാര്യം ഏകദേശം 50% സീറ്റ് ഫില്ലായി. 50% സീറ്റ് ഫില്ലായി. ബാക്കിയുണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ നിന്ന്, യൂട്യൂബ് മെമ്പേഴ്സ് ധാരാളം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ധാരാളം കമൻറ്റ്സ് എനിക്ക് പേഴ്സണലി വരാറുണ്ട്. ഞാനപ്പം ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതിൽ കയറേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാനിവിടെ പിൻ ചെയ്തേക്കാം. ദയവ് ചെയ്ത്, ഞാൻ കൈകൂപ്പി പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളതിൽ ജോയിൻ ചെയ്യാവൂ. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ഇവിടെ ഒരു ലിങ്ക് കണ്ടാലും ചാടി ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ചാടി കയറുന്നൊരു സ്വഭാവം നമുക്കുള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക്, എനിക്കൊറ്റ കാര്യം നിങ്ങൾ പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആരെ ഞാൻ ക്ഷണിക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാനാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു കുടുംബ സംഗമമാണ്, അല്ലേ, ഒരു മീറ്റപ്പാണ്. അപ്പോൾ ഇത് കുടുംബ സംഗമമാണ്. പിന്നെ നമ്മുടെ ഓണം, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണമാണ്. അപ്പോൾ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം. ആ അവസരം നിങ്ങൾ കഴിവതും പാഴാക്കാതിരിക്കാൻ, നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ, ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കാം ഞാൻ എത്രത്തോളം നിങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നുള്ളത് ആ പാർട്ടിസിപ്പേഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ ദിവസം ഒരു ചെറിയ ക്ലാസ് പലരുടെ ഇതിനനുസരിച്ച് അഭ്യർത്ഥന മാനിച്ച് ഒരു കുഞ്ഞു ക്ലാസ്സും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ വരാൻ ശ്രമിക്കുക. എന്തായാലും എൻ്റെ ലിങ്ക് ഞാൻ താഴെ വച്ചേക്കാം. ഓക്കെ. അപ്പോൾ അത്രേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. നാളത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. ഓക്കെ. അപ്പോൾ നാളെ RBIയുടെ മോണിറ്ററി പോളിസിയിൽ റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളൊന്നുമില്ല. റേറ്റ് കൂട്ടാനോ റേറ്റ് കട്ട് ചെയ്യാനോ ഉള്ള സാധ്യതകളൊന്നും നിലവിൽ ഇല്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പക്ഷെങ്കിൽ RBI ഗവർണറുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും വളരെയധികം വിലയുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ്, ഓക്കെ, ആ ഗ്രോത്ത് ഫോർകാസ്റ്റ് എങ്ങനെയാണ് RBI ഗവർണർ അതിനെ വിശദീകരിക്കാൻ പോകുകയെന്നുള്ളതിനകത്തിൽ വലിയ കാര്യമുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് എന്തെങ്കിലും വളർച്ച മുരടിപ്പുണ്ടോ എന്ന് വല്ലതും സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. നമ്മുടെ GDP ഫോർകാസ്റ്റൊക്കെ ചെറുതായിട്ടെങ്കിലും കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്കണോമിയെ, നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, നമ്മുടെ ഫോർകാസ്റ്റ് സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻഫ്ലേഷൻ നമ്മളെ ബാധിക്കത്തില്ല, വരും കാലങ്ങളിൽ നമ്മൾ ഔട്ട് പെർഫോം ചെയ്യും എന്നൊക്കെ പറയുവാണെങ്കിൽ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കും. അല്ല, എന്തെങ്കിലും ഇൻഫ്ലേഷൻ നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കും, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെ അങ്ങനെ വല്ല സൂചന വല്ലതും പുള്ളി ഹിൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടും ബാധിക്കും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ 10 മണിക്ക് ശേഷം, 10 മണിക്കാണ് പത്രസമ്മേളനം, കഴിവതും 10 മണിക്ക് ശേഷം നിങ്ങൾ ഒരു ട്രേഡുകൾ മാർക്കറ്റിൻ്റെ ഗതി അനുസരിച്ച് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് മാന്യമായ രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളത്തെ ഇനി മുമ്പോട്ടുള്ള സംഗതികൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഇപ്പം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹോർമൂസ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഇറാനുമായിട്ട് ഒരു പക്ഷെങ്കിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റിന് മുന്നേ ഒരു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രൂഡ് സമയത്ത് പൊട്ടി നേരെ താഴോട്ട് പോരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ US ഓയിൽ നേരെ താഴോട്ട് പോരുന്നത്, അത് നോക്കുക, US ഓയിൽ നേരെ താഴോട്ട് പോരുന്നു. ഇത്രയും നല്ല രീതിയിൽ 82 നിന്നത് ഇപ്പോൾ 76 അവരൊറ്റ ന്യൂസിന് പുറത്താണ് ഈ സാധനം താഴെ പോയത്. ഓക്കെ. അവിടെ ഇവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു സമവായം ഉണ്ടാകുന്നുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ ഉണ്ടായി ഇങ്ങനെ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നറിയാം. ഇനിയിപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമൻറ്റ് എങ്ങനെയാണ് വരുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം.
ഇതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വേറൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് സംസാരിക്കുന്നത് ഡേറ്റ വെച്ചാൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെയും നമ്മുടെ FISൻ്റെ ഡേറ്റ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഇന്നത്തെ FISൻ്റെ ഡേറ്റയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇന്നലെ നിങ്ങൾ നോക്കി ഇത് 3-ാം തീയതിയാണ്, ഇത് 4-ാം തീയതിയാണ്. 3-ാം തീയതി നോക്കി നമുക്ക് മനസ്സിലാകും 74 റീറ്റെയിലേഴ്സ്, ബൈസൈഡ് 77 DAS, 87% ആര് FIS, 60% പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ 77 റീറ്റെയിലേഴ്സ് വീണ്ടും കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് ബൈസൈഡ്. അത് 87 അവരതുപോലെ തന്നെ നിൽക്കുന്നു ആര് FIS. പക്ഷേ ഇവിടെ പ്രോ നോക്കിക്കേ 64%, 60-ന് 64%. ഇത് നേരെ അതിൻ്റെ ദിവസം 56 ഉള്ളായിരുന്നു, 56 60 60 64. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രോയും ഈ FISും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഒരാൾ കൂട്ടിയാൽ മറ്റൊരാൾ കുറയ്ക്കും, മറ്റൊരാൾ കുറച്ചാൽ കൂട്ടി. ഇവരോട് പറയും, ഈ FIS പറയടാ നീ കൂട്ടിക്കോ, ഞങ്ങൾ ഏറ്റു. ഓക്കെ, അതനുസരിച്ച് ഇവർ കൂട്ടും. അല്ല ഇനിയിപ്പം തിരിച്ച് ഇവർ പറയും എടാ നിങ്ങൾ താത്തോ ഞങ്ങൾ കൂട്ടിക്കണം പറഞ്ഞാൽ ഇവർ അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ അവിശുദ്ധമായ അവിഹിതമായ ബന്ധമുണ്ട്. അപ്പം ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 64% വീണ്ടും എന്ത് ചെയ്തു, ഇവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം ചരിത്രം പറയുന്നതും പ്രീവിയസ് ഹിസ്റ്ററി പറയുന്നതും അങ്ങനെയാണ്. FISO അല്ലെ പ്രോയോ ഇങ്ങനെ ഷോർട്ട് സൈഡ് അങ്ങനെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ദൂരവ്യാപകമായൊരു പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഇപ്പം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ മുന്നിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും എന്നോട് പറയാറുണ്ട്, സാർ പല സെക്ടറിലും ബുള്ളിഷ് മൊമെൻറ്റം വന്നു, അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോണുകളിൽ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്. ആ കൺവിക്ഷൻ വെച്ച് മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഇന്നത്തെ ഓരോ ദിവസത്തെ ഇതിനനുസരിച്ച് നമുക്ക് വാക്ക് മാറ്റി പറയുന്ന പരിപാടി അത് എനിക്കത് പറ്റുകയില്ല. ഓക്കെ, എനിക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് കാര്യങ്ങളെ അടിസ്ഥാനമാക്കി, അതായത് മാർക്കറ്റിൽ നടക്കുന്ന ഡേറ്റകളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. ഇന്നായാലും നാളെ ആയാലും എങ്ങനെയായാലും അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് സത്യമാണ്. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതായത് ഇപ്പോൾ തിരിച്ചാണ്ട് ക്രൂഡ് വീണ്ടും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് ഇതിനകത്ത് ചിന്തിക്കാനുള്ളതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഈ വലിയ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ തന്നെയാണ്. ഇതാണ് ലൈൻ, ഈ കാണുന്നത്. ഇവിടെയാണ് മാർക്കറ്റ്, നമ്മുടെ വരയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഹോർമൂസിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും തിരിച്ച് താഴോട്ട് പോകാൻ തോന്നും. ഗിഫ്റ്റ് നിഫ്റ്റി മേലോട്ട് കയറിയിട്ട് വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വരിക. അപ്പം ഈ ഹോർമൂസിൻ്റെ കാര്യം ഇറാൻ്റെ ഭാഗത്ത് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതിനെ എതിർത്ത് വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയപടിയാകും. എന്തായാലും നമുക്ക് രാത്രി കാത്തിരിക്കാനും മാത്രമേ പറ്റൂ. അപ്പോൾ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ രാത്രി കാത്തിരിപ്പാണ് നമ്മുടെ പരിപാടി. ഓക്കെ, നാളെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ ലൈനാണ്. പലരും എന്നോട് മെസ്സേജ് ചോദിച്ചു, സാറേ ഈ ലൈൻ എങ്ങനെ കണ്ടുപിടിച്ചു? അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. പോട്ടെ, ഈ 24,616 എന്ന് പറയുന്ന ലൈൻ ഓക്കെ നാളെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ഓക്കെ, അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഹൈ കട്ട് ചെയ്ത് പോകും. ഈ ഹൈ കട്ട് ചെയ്ത് പോയെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അപ്പം അല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും 616 ആയിരിക്കും നമ്മുടെ കട്ട സപ്പോർട്ട്. ഓക്കെ, ഇതിന് മുകളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. ഇല്ല, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈ ആയിരിക്കും ഒരു ലെവലായിട്ടുള്ളത്. ഓക്കെ, അവിടെ തട്ടി തിരിച്ച് താഴോട്ടിറങ്ങി വരും നോക്കുക. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത. ഞാൻ ഇതിലോട്ട് മുകളിൽ വരയൊന്നും വരച്ചിട്ടില്ല. നമുക്ക് നാളെ വരയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഇന്ന് വരയ്ക്കുന്നില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാനുള്ളത് ഈ പറയുന്ന ഹൈ ആയിരിക്കും. ഇല്ല താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
616 ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ ദിശ നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നാളത്തെ ക്രൂഷ്യൽ ലൈൻ ഈ പറയുന്നത് 616 ആയിരിക്കും. അത് വെച്ചുമാണ് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ. വേറെ കൂടുതൽ നമുക്കൊന്നും നിലവിലത്തെ അവസ്ഥയിൽ പറയാനില്ല. ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ 1700-800 പോയിൻ്റൊക്കെ വീണിട്ട് വീണ്ടും തിരിച്ച് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പക്ഷേങ്കിൽ ഇതിനോടൊന്നും സെൻസെക്സ് പ്രതികരിച്ചിട്ടില്ല. അതാണ് ഇതിനകത്തിൽ വലിയ രസം. സെൻസെക്സ് ഇതിനോടൊന്നും വലുതായിട്ട് പ്രതികരിച്ചിട്ടില്ല. ജസ്റ്റ് ക്ലോസിങ് ഏതാണ്ട് 78,428 റേഞ്ചിലാണ്. ഈ വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനെന്ന് പറഞ്ഞില്ല, രാമനാരായണൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് സെൻസെക്സ്. മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് അതിനകത്തിലും ഇതുപോലെ ഈ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ NSE-യിലാണ് കൂടുതലും ഈ വികാസങ്ങളൊക്കെ നടക്കുന്നത്. ഇനി എന്തായാലും നാളെ കാത്തിരിക്കുക എന്താണ് സംഭവിക്കുന്നത്. നാളെ നമ്മുടെ മുന്നിലുള്ള ലൈൻ ഞാൻ പറഞ്ഞല്ലോ 616 ഈ 616 ബന്ധപ്പെട്ടായിരിക്കും നാളെ നമ്മുടെ ട്രേഡുകൾ മുഴുവൻ. ഓക്കെ, അതുകൊണ്ട് 616 നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക. മുകളിലാണോ താഴെയാണോ ഓപ്പണിംഗ് എന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മീറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ വെച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, കഴിവതും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾക്ക് മാന്യമായി എന്താ പറയുന്നത്, നിങ്ങളുടെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ഫീസൊന്നുമില്ല. ഒരു എൻട്രി ഫീസ് നമുക്ക് ആ ഭക്ഷണത്തിനും അവിടെ ചിലവാകുന്ന പൈസ എല്ലാം കണക്ക് കൂട്ടിയ ഒരു ചിലവാണ് നമ്മളതിന് കണക്ക് കൂട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവരല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ പങ്കെടുത്ത് അതൊരു വിജയമാക്കി തീർക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു ഓൾ.